സെഗ്മെന്റിൽ മീരയ്ക്ക് പക്ഷേ ഞാൻ തരുന്നത് ഒരു വ്യക്തിയെക്കുറിച്ചുള്ള സൂചനകളെയല്ല. വ്യക്തിയോ സ്ഥലമോ സംഭവമോ ഒക്കെ ആകാറുണ്ടെങ്കിലും ഇത്തവണ ഞാൻ തരുന്നത് ഒരു വ്യക്തിയല്ല, മറ്റെന്തോ ഒന്നാണ്, രസമുള്ള ഒന്നാണ്. നോക്കാം. ആദ്യത്തെ സൂചന ഇതാണ്. ഏറ്റവും വലിയ എണ്ണ കാണാൻ കഴിയുന്നത് ന്യൂ ഗിനിയ ദ്വീപുകളിലാണ്. പപ്പുവ ന്യൂ ഗിനിയ അറിയാമല്ലോ. പപ്പുവ ന്യൂ ഗിനിയയിലെ ബൊഗൈൻവില്ല ദ്വീപുകളിലെ റോട്ടോഗോസ് ആണ് ഏറ്റവും ചെറിയ ഭാഷ. ഇത് ഭാഷയൊന്നുമല്ല. ഏറ്റവും വലിയ എണ്ണ കാണാൻ കഴിയുന്നത് ന്യൂ ഗിനിയയിലാണ്. ഏറ്റവും ചെറിയ എണ്ണയോ അത് അമേരിക്കയിലെ ടെക്സാസിലാണ്. ഈസ്റ്റ് ആഫ്രിക്കയിലും ഉണ്ട് അതിൻ്റെ ഒരു ചെറിയ ഭേദം. എങ്കിലും ഒരു പർട്ടിക്കുലർ എന്ന രീതിയിൽ ഏറ്റവും ചെറുതിനെ കാണാൻ കഴിയുന്നത് ടെക്സാസിലാണ്. ഇല്ല. അടുത്ത സൂചനയിലേക്ക് പോകാം. ഇതെന്ത് ബുദ്ധിമുട്ടുള്ള സൂചനയല്ലേ. ഒരു പരിചയമില്ലാത്ത എന്തോ ഒന്നിനെ കുറിച്ചാണെന്ന് തോന്നുന്നു. ആണോ? അറിയില്ല, നോക്കാം. മീര എൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ മീരയും ഇതിൻ്റെ ഉത്തരമാണ് എന്നെനിക്ക് തോന്നിപ്പോകുന്നത് സ്വാഭാവികം. അടുത്തതിലേക്ക് അല്ലല്ലോ അല്ലേ? അല്ലല്ലോ. ശരി, അടുത്തതിലേക്ക് പോകാം. ചിലയിടങ്ങളിൽ ഞാൻ ക്ലിപ്പർ, ചിലയിടങ്ങളിൽ പീതാംബരൻ, ചിലയിടങ്ങളിൽ ചിത്രാംഗതൻ, മറ്റു ചിലയിടങ്ങളിൽ നീല നവാബ്. എന്തായി? റിപ്പർ ചന്ദ്രനെ അറിയാം, ക്ലിപ്പറിനെ അറിയോ? പീതാംബരനെ? കൃഷ്ണനോ? നോക്കാം. മൂന്നാമത്തതിലേക്ക് കിടക്കാം. ശരി, എൻ്റെ മുന്നിലിരിക്കുന്ന മീരയിൽ, ഭക്ത മീരയിൽ കൃഷ്ണനെ കാണാൻ കഴിയുമെന്നാണോ ചിന്തിച്ചത്? പീതാംബരൻ. ശരി, ആയിക്കോട്ടെ. മൂന്നാമത്തെ സൂചന. ചേകവനും നാട്ടുചിഹ്നനും മലശരവേഗനും വരയൻ കോമാളിയും വെള്ളച്ചാത്തനും മണിമാരനും കോകിലനും ഗോമേതകവും ഞാൻ തന്നെ. മൃഗമാണോ? മൃഗമല്ല. എസ്സോറിന് പറയാൻ പറ്റില്ല. നാലാമത്തെ സൂചനയിലേക്ക് പോവാം. ശരി, ഇൻസോംനിയ അറിയാമല്ലോ. എന്താ? നിദ്രാരാഹിത്യം, ഉറക്കമില്ലായ്മ. പക്ഷെ എനിക്കല്ല, നിങ്ങൾ കണ്ടെത്തേണ്ടതിന് ഉറക്കമില്ല. ഇറ്റ് ഈസ് സംതിങ് വിത്തൗട്ട് സ്ലീപ്പ്. ജീവിതത്തിൽ ഉറക്കമില്ലാത്തത് എന്തോ ആണ് അല്ലേ? ഉറങ്ങാത്തതാണ്. ശരി, നമുക്ക് അവസാനത്തെ സൂചനയിലേക്ക് പോകാം. കവിത ഇഷ്ടമല്ലേ? അതെ. ഒരു കവിത കേട്ടാലോ ആശാന്റെ? ഈ വള്ളിയിൽ നിന്നും ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ, തെറ്റി നിനക്കും നീ ചൊല്ലാൻ മേൽക്കുമേലിങ്ങിവ പൊങ്ങി. പറയൂ. പൂമ്പാറ്റ. ചിത്രശലഭം ആണോ? നോക്കാം. ആദ്യം നൽകിയ സൂചന ന്യൂ ഗിനിയയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ക്യൂൻ അലക്സാൻഡ്രിയ ബേർഡ് വിങ് എന്ന പൂമ്പാറ്റയാണ്. ഏറ്റവും ചെറിയ പൂമ്പാറ്റകളെ കാണുന്നത് ടെക്സാസിലും ഈസ്റ്റ് ആഫ്രിക്കയിലുമാണ്. ഞാൻ അടുത്ത് തന്നത് 4 വിവിധ ഇനം ചിത്രശലഭങ്ങളുടെ പേരുകളാണ്. ക്ലിപ്പർ, പീതാംബരൻ, ചിത്രാംഗതൻ, നീല നവാബ്. കേരളത്തിലുള്ള വളരെ വിശേഷപ്പെട്ട മറ്റു ചില പൂമ്പാറ്റകളുടെ പേരുകളും ഞാൻ തന്നിരുന്നു. അതടുത്ത സൂചനയായി. ചേകവൻ, നാട്ടുചിഹ്നൻ, വരയൻ കോമാളി, വെള്ളച്ചാത്തൻ, മണിമാരൻ, കോകിലൻ, ഗോമേതകം, പിന്നെയുമുണ്ട് വിലാസിനി, രത്നനീലി. ഏറ്റവും വലിയ ഇന്ത്യയിലുള്ള, കേരളത്തിലുള്ള ഏറ്റവും വലിയ ശലഭത്തിന് പേര് ഗരുഡൻ എന്നാണ്. ഏറ്റവും മനോഹരമായ ഒരു ശലഭമാണ് നമ്മുടെ ഔദ്യോഗിക ശലഭം. അതിൻ്റെ പേരറിയാം, ബുദ്ധമയൂരി എന്നാണ്. അവസാനം ഞാൻ തന്ന, അതിന് തൊട്ട് മുൻപ് ഞാൻ തന്ന ക്ലൂ ഇൻസോംനിയ എന്നതാണ്. ചിത്രശലഭങ്ങൾ, ബട്ടർഫ്ലൈസ് നെവർ സ്ലീപ്പ് ആൻഡ് ദേ ടേസ്റ്റ് വിത്ത് ദെയർ ഫീറ്റ്. അവർ പാദം കൊണ്ട് രുചി അറിയുന്നവയാണ്, ഉറങ്ങാത്തവയാണ്. പിന്നീട് ഞാൻ തന്നത് ഈ വല്ലിയിൽ നിന്ന് പൂക്കൾ എന്തുകൊണ്ട് പറന്നു പോകുന്നുവെന്ന കുഞ്ഞിനോട് അമ്മ പറഞ്ഞു, കുഞ്ഞെ തെറ്റി നിനക്കുണ്ണി, അത് പൂക്കളല്ല പൂമ്പാറ്റകളാണ്.